ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ കാലുകളെ നിൻ കാലുകളാക്കണമേ. യേശുവേ എൻ കാലുകളെ നിൻ കാലുകളാക്കണമേ. യേശുവേ എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. യേശുവേ എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 മക്കളെ ചിറകിന്റെ കീഴിൽ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. തന്റെ തിരുമുഖം എന്നിൽ പതിപ്പിച്ചു നൽകുന്നവനേ, തന്റെ തിരുമുഖ പ്രകാശത്താൽ എന്നെ പ്രകാശിപ്പിക്കുന്നവനേ, തന്റെ തിരുമുഖ പ്രകാശത്തിലേക്ക് എന്നെ ആകർഷിക്കുന്നവനേ. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ആരാധന വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഭക്തിയും തിരുനാമത്തിൻ്റെ ഭക്തിയും ആഘോഷിക്കുകയാണ്. നമ്മൾ ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുകയും തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഭക്തി നമ്മൾ കണ്ടു കഴിഞ്ഞതുപോലെ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് തിരുമുഖ ഭക്തി. അല്ലെങ്കിൽ ഈശോയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുമുഖത്തെ വിശ്വാസത്തിൽ കണ്ട് അത് പിതാവിന് സമർപ്പിക്കുന്നതാണ് തിരുമുഖ ഭക്തി. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യർ ആദ്യത്തെ 3 കൽപ്പനകൾക്ക് എതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ്.
ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ഒന്നാമത്തെ കൽപ്പന, എന്നെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണമെന്ന് പറയുന്ന ആ ഒരു ചൈതന്യമുള്ള ഒന്നാമത്തെ കൽപ്പനയ്ക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന ഒത്തിരിയേറെ പാപങ്ങളുണ്ട്. മനുഷ്യൻ്റെ വിശ്വാസമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ ജീവിതം, ഇതെല്ലാം ദൈവനിഷേധത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ ദൈവനിഷേധം എന്ന് പറയുന്ന പാപത്തിന് പരിഹാരമായി ഈശോ നിർദ്ദേശിച്ചത് തിരുമുഖ ഭക്തിയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദിനങ്ങൾ പരിശുദ്ധമായി ആചരിക്കണം എന്ന ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒത്തിരിയേറെ മക്കൾ വിശുദ്ധമായ ദിനങ്ങളെ അശുദ്ധമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതിൽ നമ്മളും ഒരുപക്ഷെ ഉൾപ്പെട്ടു പോയേക്കാം. വിശുദ്ധമായ ദിനങ്ങൾ മദ്യം വിളമ്പുന്നതിനുള്ള ദിനങ്ങളായും പാപം ചെയ്യുന്നതിനുള്ള ദിനങ്ങളും ഒക്കെ ആക്കി മാറ്റിയവരുടെ ഗണത്തിൽ നമ്മളുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ദിവ്യബലിയിൽ പങ്കെടുക്കാത്തത് മാത്രമല്ല വിശുദ്ധമായ ദിനങ്ങൾ അശുദ്ധമാക്കിയതിൻ്റെ പല കാരണങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ദൈവനിഷേധം, ദൈവദൂഷണം എന്ന് പറയുന്ന കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നതിന് നമ്മൾ കാരണമായിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വപ്പെടേണ്ട നാമത്തെ മറ്റുള്ളവർ ദുഷിച്ച് പറയുന്നതിന് നമ്മുടെ ജീവിതം ഇടവന്നിട്ടുണ്ട്, നമ്മൾ തന്നെ ദുഷിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവദൂഷണം എന്ന് പറയുന്ന ഈ പാപം, അങ്ങനെ ഈ 3 പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ തൻ്റെ തിരുമുഖത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ അച്ഛൻ പറയുന്നതായിരിക്കും, അതിൻ്റെ വെളിപ്പെടുത്തലുകൾ. പക്ഷേ ഇപ്പോൾ മനസ്സിലിത് ധ്യാനിക്കാം. എങ്ങനെയാണ് ഈ തിരുമുഖ ഭക്തി പാലിക്കേണ്ടത്? ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയുടെ ആദ്യ ഭാഗങ്ങളിൽ പഠിക്കുന്നത്, വചന ശുശ്രൂഷയിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നത് ഈശോയുടെ തിരുനാമത്തിൻ്റെ ഭക്തിയെക്കുറിച്ചാണ്. ആ തിരുനാമം എപ്രകാരമാണ് പ്രചരിപ്പിക്കപ്പെടേണ്ടത്, ഈശോ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ പദ്ധതികളെ നമ്മുടെ പദ്ധതികളാക്കി മാറ്റുമ്പോഴാണ് ഈശോയെ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയായി മാറുന്നത് എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ പദ്ധതികൾ ഒരു വശത്തും നമ്മുടെ പദ്ധതികൾ വേറൊരു വശത്തും ലയിച്ചു ചേരാതെ കിടക്കുമ്പോൾ നമ്മൾ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അതിൽ അർത്ഥമില്ല, അതിൽ പ്രാർത്ഥനയില്ല, അതിൽ വ്യായാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഈശോയുടെ അടുത്താക്കാൻ കഴിയുന്നത്? ഈശോയുടെ പദ്ധതികളെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ്. മറ്റൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. അത് ഹൃദയങ്ങളെ കീഴടക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈശോ ആഗ്രഹിച്ചത് എല്ലാവരുടെയും മനസ്സിൽ രാജാവായി വാഴുക എന്നതാണ്. എല്ലാ ഹൃദയങ്ങളും ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം, അല്ലെങ്കിൽ എല്ലാ ഹൃദയങ്ങളും പിതാവിലേക്ക് ആകർഷിക്കപ്പെടണം. എല്ലാവരുടെയും ഹൃദയത്തിൽ പിതാവ് രാജാവായി വാഴണമെന്ന് ഈശോയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 12:32 ഈശോ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈശോയുടെ പദ്ധതിയാണ് എല്ലാവരും ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന പദ്ധതി. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരെയും തൻ്റെ മാറോട് ചേർത്ത് പിടിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈശോ ജെറൂസലേമിനെ നോക്കി പ്രകാരം വിലപിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ തിരുവചനം ജെറൂസലേമിനെ കുറിച്ചുള്ള ഈശോയുടെ വിലാപമാണ്. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. ഈശോയുടെ ഒരു പദ്ധതിയായിരുന്നു ഈ ജനത്തെ മുഴുവൻ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ ജനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും ഹൃദയത്തിൽ അധിപനായിട്ട് രാജാവായിട്ട് വാഴുക എന്ന് പറയുന്ന ഈശോയുടെ ആ പദ്ധതി
ഈ ജനത നിഷേധിക്കുകയാണ്, അവരത് ഏറ്റെടുക്കുന്നില്ല. ഇനി എങ്ങനെയാണ് ഈശോ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത്? മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നുകൊണ്ട് ഈശോ ഹൃദയങ്ങളെ കീഴടക്കും, അല്ലെങ്കിൽ കീഴടക്കി എന്ന് നമുക്ക് പറയാം. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ്, ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഈശോയുടെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈശോയിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം സംഭവിച്ചത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഹൃദയം കീഴടക്കി. എങ്ങനെയാണ് ഈശോ ഹൃദയം കീഴടക്കിയത്? കാലിത്തൊഴുത്തിൽ പിറന്നവൻ മനുഷ്യൻ്റെ ഹൃദയം കീഴടക്കി. അവൻ്റെ എളിമ നമ്മുടെ ഹൃദയത്തെ കീഴടക്കാണ്. തൻ്റെ വിനയം കൊണ്ട്, തൻ്റെ ലാളിത്യം കൊണ്ട് ഈശോ ഹൃദയത്തെ കീഴടക്കാണ്. ഈശോ ആട്ടിടയന്മാരുടെ ഹൃദയത്തെ കീഴടക്കി, ജ്ഞാനികളുടെ ഹൃദയത്തെ കീഴടക്കി, ശിമയോൻ്റെയും അന്നയുടെയും ഹൃദയത്തെ ഈശോ കീഴടക്കി, വേദശാസ്ത്രികളുടെ ഹൃദയത്തെ ഈശോ കീഴടക്കി. നമ്മൾ കാണുന്നുണ്ട് 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഈശോ വേദശാസ്ത്രികളുമായിട്ട് തർക്കിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഈശോയുടെ ജ്ഞാനം കണ്ടിട്ട് വേദശാസ്ത്രികൾ അവർ അത്ഭുതപ്പെട്ടു എന്ന് പറയുക. അതായത് ഈശോയ്ക്ക് തൻ്റെ ജ്ഞാനം കൊണ്ട്, തൻ്റെ അറിവ് കൊണ്ട് അവരെ കീഴടക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഈശോ തൻ്റെ മാതാപിതാക്കളുടെ ഹൃദയം, മനുഷ്യരുടെ ഹൃദയം ഈശോ കീഴടക്കി. കാരണം അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. അതായത് അവൻ തൻ്റെ മാതാപിതാക്കളുടെ അനുസരണം കൊണ്ട് തൻ്റെ മാതാപിതാക്കളുടെ ഹൃദയം കീഴടക്കി. അതുപോലെ സ്നാപകൻ്റെ ഹൃദയം ഈശോ കീഴടക്കാണ്. സ്നാപകൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, ഇപ്പോൾ സർവ്വനീതിയും പൂർത്തിയാകട്ടെ എന്ന് നീ എനിക്ക് സ്നാനം തരിക എന്ന് പറഞ്ഞ് സ്നാപകൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന ഈശോ യഥാർത്ഥത്തിൽ സ്നാപകൻ്റെ ഹൃദയത്തെ കീഴടക്കാണ്. അതുപോലെ ശിഷ്യന്മാരുടെ ഹൃദയത്തെ, പത്രോസിൻ്റെയും അന്ത്രോയോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ഹൃദയത്തെ ഈശോ കീഴടക്കിയതുകൊണ്ടാണ് അവർ തങ്ങളുടെ വല ഉപേക്ഷിച്ച്, വഞ്ചി ഉപേക്ഷിച്ച്, പിതാവിനെ ഉപേക്ഷിച്ച്, ജീവിതമാർഗത്തെ ഉപേക്ഷിച്ച് ഈശോയുടെ പിറകെ പോയത്. മത്തായിയുടെ ഹൃദയത്തെ ഈശോ കീഴടക്കിയത് കൊണ്ടാണ് തൻ്റെ ആ ജോലി ഉപേക്ഷിച്ച്, ചുങ്കം പിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് മത്തായി ഈശോയുടെ പിറകെ പോയത്. സഖ്യൂസിൻ്റെ ഹൃദയത്തെ ഈശോ കീഴടക്കിയതുകൊണ്ടാണ് സഖ്യൂസ് ഈശോയെ കാണാൻ വേണ്ടിയിട്ട് ഓടിയതും അവനെ കുടുംബത്തിൽ സ്വീകരിച്ചതും ഈശോയെ ഇഷ്ടമാകുന്ന രീതിയിൽ തൻ്റെ സമ്പത്ത് അവൻ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ജനത്തിൻ്റെ ഹൃദയത്തെ കീഴടക്കി, നമ്മുടെ ഹൃദയത്തെ കീഴടക്കി. ഇനി ഇതിനൊരു തുടർച്ച വേണം. ജനത്തിൻ്റെ ഹൃദയത്തിൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ രാജാവായി വാഴാനുള്ള ഈശോയുടെ ആ പദ്ധതി ഇനി ആരാണ് ഏറ്റെടുക്കുന്നത്? ഇനി ആരേറ്റെടുക്കും? അത് ഞാൻ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ അത് പൗലോസ് ഏറ്റെടുത്തു, അത് പത്രോസ് ഏറ്റെടുത്തു, അപ്പോസ്തലന്മാർ ഏറ്റെടുത്തു. അവരെന്ത് ചെയ്തു? അവർ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി. ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയും എല്ലാവരെയും ഈശോയിലേക്ക് ആകർഷിക്കുകയും എല്ലാവരെയും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തണമെന്ന് പറഞ്ഞു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പൗലോസ് കൊളോസ്യസിലെ സഭയ്ക്ക് ആശംസ നേർന്നുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ എന്നാണ്. എല്ലാവരെയും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ഇന്ന് എനിക്ക് എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്നാണ് ചോദ്യം. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഫിലിപ്പി 3:8, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുകയാണ്. അതായത് പൗലോസിൻ്റെ ഹൃദയത്തിൽ ഈശോ ഇങ്ങനെ രാജാവായിട്ട്, അധിപതിയായിട്ട് വാഴുകയാണ്.
നമ്മൾ കുടുംബ പ്രതിഷ്ഠ നടത്തുമ്പോൾ, തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഈ ഭവനത്തിൽ രാജാവായി വാഴണമേ എന്ന്. ഞങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലും എല്ലാ ഭവനങ്ങളിലും ഈശോയെ നീ രാജാവായിട്ട് വാഴണം എന്നൊരു പദ്ധതി പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഈശോയെ അറിയാത്തവരുണ്ട്, അറിഞ്ഞിട്ടും ഈശോയെ അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട്. അങ്ങനെ എല്ലാവരും ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഈശോയെ രാജാവാക്കി ആരാധിക്കുന്ന, ഈശോ ഭരിക്കുന്ന മനുഷ്യഹൃദയങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഒരു പ്രേഷിത പ്രവർത്തനത്തിൻ്റെ, ഒരു പ്രേഷിത ചൈതന്യത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആർക്കും ഈശോയെ നമ്മിൽ നിന്ന് വേർപെടുത്താൻ കഴിയരുത് എന്നൊരാഗ്രഹം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് മാത്രമല്ല, ഒരു മനുഷ്യരിൽ നിന്നും വേർപെടുത്താൻ കഴിയരുത്. എല്ലാവരിലും ഈശോ രാജാവായിട്ട് വാഴുന്നതിന് വേണ്ടിയാണ് പൗലോസ് തൻ്റെ പ്രേഷിത പ്രവർത്തനം നടത്തിയത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 28 മുതലുള്ള തിരുവചനങ്ങൾ പൗലോസ് പറയാണ്, അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നത്. സർവ്വ കഴിവുകളോടും കൂടെ പൗലോസ് അധ്വാനിച്ചത് പ്രിയപ്പെട്ടവരെ ഈശോ പൂർണ്ണത, പക്വത പ്രാപിക്കാൻ വേണ്ടിയാണ്. ഈശോ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞ് കവിയാൻ വേണ്ടിയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഇന്ന് ഈ ആരാധന നടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിലൊരു ദാഹമുണ്ടാകട്ടെ. അത് ഈ ദാഹമാണ്, അതായത് ഈശോ എൻ്റെ ഹൃദയത്തിൽ രാജാവായിട്ട് വാഴണം, ഈശോ എൻ്റെ ഹൃദയത്തിൽ സർവാധിപനായിട്ട് വാഴണം. അതുപോലെ തന്നെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈശോ രാജാവായി വാഴണം. അതിനാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ എല്ലാവരും അറിയാൻ എനിക്ക് ചില പദ്ധതികൾ ഉണ്ടാകണം. ഹല്ലേലൂയ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ശക്തിയും ബലവുമായിട്ട് മാറണം. ഹല്ലേലൂയ, കർത്താവെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമായി എന്നെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശക്തിയോടെ ആരാധനയുടെ വലിയ അഭിഷേകം, വിടുതൽ കിട്ടുന്നൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ എൻ്റെ ശക്തിയായവനേ, എൻ്റെ ബലമായവനേ, എൻ്റെ സ്നേഹരാജാവേ. കരമടിച്ചോ. കർത്താവേ നീ എൻ്റെ ശക്തിയും ബലവും ആനന്ദഗാനവും. 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 കർത്താവേ നീ എൻ്റെ സർവസ്വവും എൻ്റെ ശ്രേഷ്ഠമം ഓഹരിയും. കർത്താവേ നീ എൻ്റെ സർവസ്വവും എൻ്റെ ശ്രേഷ്ഠമോഹരിയും. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു എൻ്റെ കർത്താവിനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു എൻ്റെ കർത്താവിനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ലോകരക്ഷകനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ലോകരക്ഷകനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു സ്നേഹരാജാവിനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു സ്നേഹരാജാവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ
ആടുകൾക്കിടയനായവനേ. കരമടിച്ചോ. വിദ്വേഷമുള്ളിടത്തു സ്നേഹം വിതയ്ക്കാൻ, ശത്രുത ഉള്ളിടത്തു ശാന്തി വിതയ്ക്കാൻ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം വിതയ്ക്കാൻ, ശത്രുത ഉള്ളിടത്ത് ശാന്തി വിതയ്ക്കാൻ. അന്ധകാരമുള്ളിടത്തു വെളിച്ചമാകാൻ, ശാന്തിദൂതനായി എന്നെ അയക്കണമേ. അന്ധകാരമുള്ളിടത്ത് വെളിച്ചമാകാൻ, ശാന്തിദൂതനായി എന്നെ അയക്കണമേ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നെൻ്റെ കർത്താവിനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നെൻ്റെ കർത്താവിനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ലോകരക്ഷകനെ. ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ഞാൻ, ആരാധിക്കുന്നു ലോകരക്ഷകനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം മക്കളെ കർത്താവ് തൊടുന്നു. അനേകം മക്കളുടെ ഹൃദയത്തിലേക്ക് തിരുമുഖത്തിന്റെ പ്രകാശരശ്മികൾ ഇപ്പോൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. ഉള്ളിലുള്ള ഇരുട്ട് മാറുന്നൊരു സമയം. ഭാരങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കടങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു. ആകുലതകൾ ഈശോ ഏറ്റെടുക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് രാജാവായിട്ട് വാഴുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്നവൻ, രാജാക്കന്മാരുടെ രാജാവ്, നിന്റെ ഹൃദയത്തിൽ, നിന്റെ കുടുംബത്തിൽ രാജാവായിട്ട് വാഴുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ചിന്തകളെ ഭരിക്കുന്നവൻ, നിന്റെ ജീവിതത്തെ ഭരിക്കുന്നവൻ. ഹല്ലേലൂയ. നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ട് കുഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്തി ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഈശോയുടെ തിരുമുഖത്ത് നിന്ന് ഇതാ പ്രസരിപ്പിക്കപ്പെടുന്ന മുഖകാന്തി നിന്റെ ഹൃദയത്തിലുള്ള ഇരുട്ടകറ്റുന്ന ഒരു ചൈതന്യമാണ്. മനസ്സിലുള്ള ഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയാണ്. നിന്റെ പാപത്തിൻ്റെ ഇരുട്ട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ ആത്മാവിൽ നിന്ന് കഴുകി മാറ്റപ്പെടുകയാണ്. അഴുക്കുകൾ കഴുകി മാറ്റപ്പെടുന്നൊരു സമയം. കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടെ നിന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ നിന്റെ അപരാധങ്ങൾ പൊറുക്കുകയാണ്. നിന്റെ കുറവുകൾ ഈശോ നിറവുകളാക്കി മാറ്റുകയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ ആശീർവാദം നിന്നെ ഒരു അനുഗ്രഹമാക്കി, നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഈ ആശീർവാദം നിനക്ക് ഈശോയുടെ ഹൃദയം സമ്മാനിക്കുകയാണ്. നിന്റെ ഹൃദയം ഈശോ ഏറ്റെടുക്കുകയും ഈശോയുടെ ഹൃദയത്തിൻ്റെ പദ്ധതികൾ നിനക്ക് തരികയും ചെയ്യുന്നൊരു സമയമാണ് ഈ ആശീർവാദത്തിൻ്റെ സമയം. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. വിദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, വിദേശങ്ങളിലായിരിക്കുന്നവർ, അന്യ സംസ്ഥാനങ്ങളിലായിരിക്കുന്നവർ, പഠിക്കാൻ പോയിട്ടുള്ളവർ, ജോലിക്ക് പോയിട്ടുള്ളവർ, കുഞ്ഞുമക്കൾ, ജീവിത പങ്കാളി, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പഠന വൈകല്യമുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, അബോർഷനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ധ്യമായ ഉദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവർ, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, ആത്മഹത്യ പ്രവണതകളുള്ളവർ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. കർത്താവിൻ്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ളവർ, മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. അനാഥരായിട്ടുള്ളവരെ, വിധവകളായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയുടെ കരുതലിൻ്റെ ആ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും മനുഷ്യകുലം മുഴുവന് വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ ഈശോയേ